ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മിൽക്കി മഷ്റൂം കറിയാണ്. ഈ രീതിയിൽ എല്ലാ മഷ്റൂമും കറി വെച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ കൂൺ കറി വയ്ക്കാൻ വേണ്ടി ആദ്യം നമ്മൾ കൂൺ എടുക്കുകയാണ്. പറിച്ച കൂണിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് മണ്ണുണ്ടാവും, അടിഭാഗം. അത് നമ്മൾ ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. നമ്മൾ 3 സവാള എടുത്തിട്ടുണ്ട്. തല്ലി വെളുത്തുള്ളി, ഇഞ്ചി ചെറിയ പീസും എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയെടുക്കാം. നമുക്ക് നന്നാക്കി എടുക്കാം. അല്ലെങ്കിൽ സവാള 4 പീസാക്കിയിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചാൽ മതി. ഒരു ചെറിയൊരു കറക്കിയാൽ മതി. അതിനുള്ളിൽ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി. ഫ്രൈ പാനിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്, അരിഞ്ഞ് വെച്ച്. അതിനോടൊപ്പം ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സവാളയൊക്കെ വാടി വരുമ്പോഴേക്കും സമയമെടുക്കും, ഒരു 5 മിനിറ്റത്തോളം എടുക്കും. അപ്പോഴേക്കും നമുക്ക് കൂണ് കഴുകിയെടുക്കാം. നമുക്ക് കൂൺ വൃത്തിയാക്കാൻ വേണ്ടി കൂൺ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് വീഡിയോ കാണിക്കുന്ന പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുള്ള അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. അതിനുള്ള പുറത്തെ തൊലിയൊക്കെ പോയി കിട്ടും. പിന്നെ വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. കൂണിൻ്റെ ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്, നല്ല സോഫ്റ്റും വന്നു. നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞങ്ങൾ ഇട്ടാക്കണത് 1/4 ടീസ്പൂണാണ്. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പ് പോരെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കണം. ഈ കറിയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് മെയിനായിട്ടുള്ള കൂണിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
കാറ്റ് മഴയും നല്ല കാറ്റ്. നമ്മുടെ കൂൺ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറും കൂട്ടി കഴിക്കാം. അതിനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.